ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ എക്കാലത്തിന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇന്നിതാ ഗ്രാൻഡ് ലോഞ്ചായിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് മലയാള സിനിമാ പ്രേമികളും പ്രത്യേകിച്ച് ലാലേട്ടൻ ആരാധകർ ഈ ഒരു മൊമെന്റിനായിട്ടായിരുന്നു കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ഇന്നിതാ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസിനെത്തിയിരിക്കുകയാണ്. ജിത്തു ജോസഫ് തന്നെയാണ് ഈ ഒരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ജിത്തു ജോസഫിന്റെ റീസെന്റ് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്വിസ്റ്റായ ഈ സിനിമ പൊട്ടുമെന്ന് സിനിമാ പ്രേമികൾ പരാജയപ്പെടുമെന്നും ഉറ്റുനോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് പുറത്തു വന്ന ട്രെയിലറിനെ കുറിച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ആശീർവാദ് സിനിമാസിന്റെ പനോരമ സ്റ്റുഡിയോസിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ട്രെയിലർ റിലീസിന് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ട്രെയിലറിന് 2 മിനിറ്റും 6 സെക്കൻഡുമാണ് ദൈർഘ്യം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കണ്ടു നോക്കാം. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. രണ്ടാം ഭാഗത്തിലെ വക്കീലല്ലേ, ആ വീടിന് ഒരു മാറ്റവും സംഭവിച്ചിട്ട് ഇത്ര നാളായിട്ട്. ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ. ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു, എവിടെ കഴിയാൻ, എല്ലാം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണെന്ന് ഒരിക്കൽ കൂടി ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗിലൂടെ തന്നെയാണ് ട്രെയിലർ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് ദൃശ്യം സെക്കൻഡിനകത്ത് സ്റ്റുഡൻസിനെ വെച്ച് മുരളി ഗോപിയുടെ ബേസിൽ ഒരു റീ എൻക്വയറി ആയിരുന്നു വെച്ചിരുന്നെങ്കിൽ ഇത്തവണ 3-ാം ഭാഗത്തോട്ട് വരുമ്പം മീഡിയയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ പുതിയതായിട്ട് എത്താൻ പോകുന്ന താരങ്ങൾ അവർ രണ്ടുപേരുമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിനായക സ്ഥാനത്തോട്ട് ഇത്തവണ നമ്മുടെ ഡയറക്ടറുടെ ഫാമിലി കൂടി എത്തുമെന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു 3യുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം കൊണ്ട് നടക്കുന്ന ഒരു ഡയറക്ടറിനെ, അതായത് ജോർജ് കുട്ടീനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ജോർജ് കുട്ടി തന്നെ ഒരുപക്ഷെ ഏറ്റവും സത്യങ്ങളൊക്കെ ക്ലൈമാക്സിൽ ഏറ്റു പറയുമോ, അങ്ങനെ വന്നാൽ അതൊരു ഫ്ലോപ്പായിട്ട് മാറും. ഒരുപക്ഷെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ജോർജ് കുട്ടി എന്ന് ആദ്യ 2 ഭാഗങ്ങളും തെളിയിച്ചാണ്. അയാളുടെ ബുദ്ധി കുറുക്കൻ്റെതാണ്. അതുകൊണ്ട് തന്നെ 4-ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി നമ്മൾ കേരളം മൊത്തം കണ്ട് ത്രില്ലടിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3-ാം ഭാഗത്തിലും ഒരു ടൈലന്റ് വെക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എങ്കിൽ പോലും എന്തൊക്കെയോ സസ്പെൻസുകൾ ഒളിപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിലർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആദ്യ ഭാഗം, അതായത് ദൃശ്യം ആദ്യ ഭാഗം റിലീസിനെത്തിയപ്പോൾ യാതൊരുവിധ പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു. ഒരു സാധാ ഫാമിലി പടം, അതിനകത്ത് ജസ്റ്റ് ഒരു ത്രില്ലർ വരുന്നു എന്നുള്ളൊരു എലമെന്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ആദ്യ ഷോയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ദൃശ്യം 3 കത്തിക്കേറിയത്. ശരിക്കും ആ ഒരു സെയിം അവസ്ഥ തന്നെ ദൃശ്യം ആദ്യ ഭാഗം കത്തിക്കേറിയത്. എന്നാൽ ഒരു പക്ഷേ ദൃശ്യം 2 OTT ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ പോലും മികച്ച വിജയം നേടിയേനെ. ദൃശ്യം 3 എത്തുമ്പോഴും മറിച്ചല്ല കാര്യങ്ങൾ. സൈലന്റ് ആയിട്ട് പോകുന്ന ആദ്യ ഭാഗം പിന്നീട് അങ്ങോട്ട് കത്തിക്കേറാൻ പോകുന്ന ഒരു സെക്കൻഡ് ഹാഫ് ആയിരിക്കും ചിത്രത്തിനായിട്ട് ഒരുക്കാൻ പോകുന്നത്. ജിത്തു ജോസഫിന്റെ പതിവ് ശൈലികളിൽ നിന്ന് മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയുള്ള മിറാഷും അവിടെ പിന്നെ വലതുവശത്തെ കള്ളനൊക്കെ വൻ പരാജയമായിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടാണ്. മേക്കിങ്ങും പരാജയമായിരുന്നു. പക്ഷേ ദൃശ്യം 3യുടെ
പല ഭാഗത്തും മേക്കിങ്ങിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ജോർജ് കുട്ടിയും ആ ഒരു സിറ്റുവേഷൻ രാജാക്കാടും സ്ഥലവും വീടും ഒക്കെ മാറ്റമില്ലാതെ തുടരുകയും കഥാപാത്രങ്ങളിൽ മാത്രം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാർച്ച് 21 ചിത്രം തിയേറ്ററിലെത്തുമ്പോഴേ നമുക്ക് ജോർജ് കുട്ടിയുടെ ആ ബ്രില്യൻസ് ഒക്കെ ഒന്നുകൂടെ കാണാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കാം. വരുൺ കേസ് ഇനി ഒരു എൻഡിങ് ഇത്തവണയെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഒരു കേസ് എഴുതി തള്ളി ഈ ഒരു ജോർജ് കുട്ടിയുടെ ഫാമിലി ദൃശ്യം സീരീസ് ഇവിടെ അവസാനിപ്പിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് ട്രെയിലർ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.